ടി.വി.എസ്. ജൂപ്പിറ്ററിന്റെ സർവീസ് ഐക്കൺ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതേപോലെയാണോ നിങ്ങൾക്ക് വരുന്നത്? സർവീസ് ഐക്കൺ റിമൂവ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, ഞാൻ ചാവി ഓൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു വെൽക്കം സ്ക്രീൻ കാണാം. അതിനോടൊപ്പം തന്നെ ഡ്യൂ ഫോർ സർവീസ് എന്ന ഒരു മെസ്സേജ് വരുന്നുണ്ട്. മീറ്ററിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു സർവീസ് ഐക്കണും കാണാൻ കഴിയും. ഇതെങ്ങനെ റിമൂവ് ചെയ്യാം? യൂട്യൂബ് വീഡിയോകൾ കണ്ടിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യാൻ ഒരുങ്ങിയത്. ഇവിടെ പറയുന്നത് ഓഡോ മോഡിലായിരിക്കണം, അതേപോലെ തന്നെ ട്രിപ്പ് ബിയിലായിരിക്കണം. എന്നിട്ട് താഴെ കാണുന്ന രണ്ട് മോഡ് സ്വിച്ചുകളും നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഐക്കൺ പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ കേസിൽ ഞാൻ അതുപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ എനിക്ക് ഡയഗ്നോസ്റ്റിക് മോഡ് നോസ് എറർ എന്നാണ് കാണിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ പറയുന്നത് ഓഡോ മോഡായിരിക്കണം, അതേപോലെ തന്നെ ബിയിലായിരിക്കണം, ട്രിപ്പ് ബിയിലായിരിക്കണം. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഈ രണ്ട് ബട്ടണുകളും പ്രസ് ചെയ്ത് പിടിക്കുക. എത്ര? 5 സെക്കൻഡ് സമയത്തേക്ക് 1 മുതൽ 5 വരെ കൗണ്ട് ചെയ്തതിന് ശേഷം കീ ഓൺ ചെയ്യുക. എന്നിട്ട് ആ പ്രസ് ചെയ്യുന്നത് അതേപോലെ തന്നെ വയ്ക്കുക. അപ്പോൾ ഈ ഐക്കൺ പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ കേസിൽ വീണ്ടും എനിക്ക് ഇതേപോലെ സെയിം ഡയഗ്നോസ്റ്റിക് മോഡ് നോ എറർ എന്ന മെസ്സേജ് ആണ് കാണുന്നത്. ഒരുപക്ഷെ ഇതേ എറർ നിങ്ങൾക്കും വന്നേക്കാം. ഞാൻ മറ്റൊരു മെത്തേഡിൽ കൂടിയാണ് ഈ ഐക്കൺ റിമൂവ് ചെയ്തത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. കീ ഓൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ രണ്ട് സ്വിച്ചുകളും സൈമിൾട്ടേനിയസിലായിട്ട് നമ്മൾ പ്രസ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മറ്റേത് പ്രസ് ചെയ്യാൻ പാടില്ല. സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ പ്രസ് ചെയ്യുക. ഒരു 4-5 തവണ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റേബിൾ ആയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓഡോ മോഡിലായിരിക്കണം, അതേപോലെ തന്നെ ട്രിപ്പ് ബിയിൽ തന്നെ ആയിരിക്കണം. കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഐക്കൺ റിമൂവ് ആവുന്നത് കാണാൻ കഴിയും. 3 മെത്തേഡുകളാണ് ഞാനിവിടെ പരീക്ഷിച്ചത്. മൂന്നാമത്തെ മെത്തേഡാണ് എനിക്ക് പ്രായോഗികമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് പ്രായോഗികമാകുന്നത് അത് പരീക്ഷിക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.